സിനിമയുടെ ചരിത്രം ശ്രീനിവാസന് മുൻപും ശ്രീനിവാസന് ശേഷവും എന്ന് രണ്ടായി വിഭജിക്കപ്പെട്ടേക്കാം. അത്രമേൽ ആഴത്തിലാണ് അദ്ദേഹം മലയാളി മനസ്സിനെയും ചലച്ചിത്ര സംസ്കാരത്തെയും സ്വാധീനിച്ചത്. തന്റെ 69-ാം വയസ്സിൽ ആ മഹാപ്രതിഭ വിടവാങ്ങുമ്പോൾ അതൊരു വ്യക്തിയുടെ മരണം മാത്രമല്ല, മറിച്ചൊരു കാലഘട്ടത്തിന്റെ തന്നെ അന്ത്യമാണ്. ആരോഗ്യ പ്രശ്നങ്ങളാൽ കഴിഞ്ഞ കുറച്ചു കാലമായി സിനിമാ രംഗത്ത് നിന്ന് മാറി നിന്നിരുന്നെങ്കിലും അദ്ദേഹം എന്തെങ്കിലും തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിലായിരുന്നു സിനിമാ ലോകം. എന്നാൽ ആ പ്രതീക്ഷകളെ വിഫലമാക്കി അദ്ദേഹം യാത്രയായിരിക്കുന്നു. വിയോഗം തീർത്ത ശൂന്യതയും അന്തിമോപചാരവും ശ്രീനിവാസന്റെ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചപ്പോൾ കേരളം കണ്ടത് മലയാളിയുടെ സ്നേഹത്തിന്റെ വേലിയേറ്റമാണ്. രാഷ്ട്രീയ, സാംസ്കാരിക, സിനിമാ മേഖലകളിലെ പ്രമുഖർ മുതൽ സാധാരണക്കാരായ വീട്ടമ്മമാർ വരെ ആ പച്ച മനുഷ്യനെ യാത്രയയക്കാൻ എത്തി. മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ടെത്തി ആദരാഞ്ജലികൾ അർപ്പിച്ചത് ചടങ്ങിലെ ഗൗരവമേറിയ നിമിഷങ്ങളിലൊന്നായിരുന്നു. എന്നാൽ ഈ വേർപാടിനിടയിലും ചില സോഷ്യൽ മീഡിയ ഇടങ്ങളിൽ ഉയർന്നു വന്ന വിവാദങ്ങൾ നമ്മുടെ കാലത്തെ സങ്കുചിത ചിന്താഗതികളുടെ നേർചിത്രമായി മാറി. മുഖ്യമന്ത്രി എത്തിയ സമയത്ത് മകൻ ധ്യാൻ ശ്രീനിവാസൻ എഴുന്നേറ്റ് നിന്നില്ല എന്നതായിരുന്നു ആ വിവാദം. കേരളത്തിന്റെ മുഖ്യമന്ത്രി വരുമ്പോൾ ബഹുമാനിക്കാത്തത് മര്യാദക്കേടാണെന്നും ധ്യാൻ അല്പം കൂടെ പക്വത കാണിക്കണമായിരുന്നുവെന്നും ചിലർ അഭിപ്രായപ്പെടുകയുമുണ്ടായി. എന്നാൽ ഇത്തരം കമന്റുകൾക്ക് പിന്നിലുള്ള രാഷ്ട്രീയ അജണ്ടകളെ ഭൂരിഭാഗം മലയാളികളും തള്ളിക്കളഞ്ഞു.